ഇപ്പോൾ മേതിൽ ദേവിക മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ലീഗൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് വഴി. അതിൻ്റെ ഒരു ഫുൾ ഫൈനൽ കൾമിനേഷൻ ഒരു തീരുമാനമായിട്ടില്ല. അതിൻ്റെ ഒരു വഴിക്ക് നടക്കുന്നു. ഗ്രീവിയൻസസ് പ്രശ്നങ്ങളുള്ളത് വക്കീൽ വഴിയും അതിൻ്റെ മീഡിയേറ്റേഴ്സ് വഴിയും സോൾവ് ചെയ്യാൻ നോക്കുന്ന ഒരു ഫേസാണിത്. പക്ഷേ ലീഗൽ നോട്ടീസ് ഫോർ ഡിവോഴ്സ് ആണ് ഞാൻ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താണ് പിന്നെ 8 വർഷമായി പിന്നെ പിരിയാനുള്ളൊരു കാരണം പറയാവുന്നതാണെങ്കിൽ? പേഴ്സണൽ ഇഷ്യൂസാണ്. നമ്മളൊരാളുടെ ഫാമിലിയിൽ കയറി എന്താണ് അവിടുത്തെ ഇഷ്യൂ നമ്മൾ ചോദിക്കില്ല. അദ്ദേഹം എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം അതൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ബിന്ദുകൃഷ്ണ, കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണനൊക്കെ ഗാർഹിക അതിക്രമം നടന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത്തരത്തിൽ പരാതികൾ വല്ലതും കൊടുത്തിട്ടുണ്ട്? ഞാൻ അതൊന്നും ഫോളോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എന്താ പരാതി പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അവരെന്താ പരാതി പറയുന്നത്? ഗാർഹിക പീഡനത്തിന് അങ്ങനെയൊക്കെ നമ്മൾ ഒരു വാക്കിൽ കൂടെ ഗാർഹിക പീഡനം എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകളാണ്. അതോ എനിക്ക് അലിഗേഷൻസ് ഉണ്ടെങ്കിലും അത് എൻ്റെ അലിഗേഷനിൽ പെടുന്നില്ല. ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പം എവിടെയാണ് ഈ ഒരുമിച്ച് ആശയപരമായിട്ടുള്ള വിയോജിപ്പ്, സൗഹൃദപരമായി പിരിയുക എന്നുള്ളൊരു തീരുമാനത്തിലാണോ ഇത് വന്നിരിക്കുന്നത്? മുകേഷ് ഏട്ടൻ്റെ നിലപാട് ഇനിയും വ്യക്തമല്ല. എൻ്റെ സൈഡിൽ നിന്നാണല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് പിരിയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു കൺവെൻഷൻ ഉണ്ടോ പറഞ്ഞാൽ നമ്മളും അത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പണ്ടത്തെ പോലെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ട് ഫേസാണ് ആക്ച്വലി. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചാലും നമ്മൾ ആക്ച്വലി എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഞാൻ